വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ടെർമിനോളജീസ് ഇൻ ഇക്വിറ്റി മാർക്കറ്റാണ്. എന്താണ് ഈ ടെർമിനോളജീസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇക്വിറ്റി മാർക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡീലിംഗ് വിത്ത് ഷെയർസ് ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വെരി ഇമ്പോർട്ടൻറ്റ് ടേംസുകളെയാണ് നമ്മൾ ടെർമിനോളജീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് സീരീസിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന എപ്പിസോഡ് 6th സെഷൻ കൂടിയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 കീ ഇക്വിറ്റി ടെർമിനോളജീസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതെന്നും ഫണ്ടമെൻ്റൽ അനാലിസിസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രോപ്പറായി ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരും ഒരു കാരണവശാലും ഈ സെഷൻ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് എന്താണ് ഇക്വിറ്റി അല്ലെങ്കിൽ എന്താണ് ഷെയർ എന്നതാണ്. അതായത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടെർമിനോളജീസ് ഇൻ ഇക്വിറ്റി മാർക്കറ്റ് ആണല്ലോ. അപ്പോൾ ഇക്വിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഷെയർ. ഇക്വിറ്റീനെ തന്നെയാണ് നമ്മൾ ഷെയർസ് എന്നും പറയുന്നത്. എന്താണ് ഇക്വിറ്റി? ഈസ് ദ ഓണർഷിപ്പ് വാല്യൂ ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ഇൻ എ കമ്പനി. അതായത് ഒരു ഷെയർ ഹോൾഡർക്ക് ആ കമ്പനിയിലുള്ള ഓണർഷിപ്പാണ് ആക്ച്വലി ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദാറ്റ് ദ പോർഷൻ ഓഫ് ദ കമ്പനി യു ഓൺ വെൻ യു ബൈ ഇറ്റ്സ് ഷെയർസ്. ഇഫ് ദ കമ്പനി ഡസ് വെൽ, യുവർ ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ വാല്യൂ ഗ്രോസ്. ഇഫ് ഇറ്റ് പെർഫോം പുവർലി, ദ വാല്യൂ മേ ഫോൾ. അതായത് നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ നമുക്ക് ആക്ച്വലി എന്താണ് അവിടെ നമുക്ക് ആ കമ്പനിയുടെ ഓണർഷിപ്പാണ് നമുക്ക് കിട്ടുന്നത്. ആ ഓണർഷിപ്പ് നമ്മൾ വാങ്ങി വെച്ച്, അതായത് നമ്മൾ ഷെയർസ് നമ്മൾ കീപ്പ് ചെയ്ത് ആ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഷെയർ വാല്യൂ ഗ്രോസ്, അതായത് നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. തിരിച്ചാണെങ്കിലോ, അതായത് കമ്പനി ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വാല്യൂ ഡീക്രീസ് ആവുകയും ചെയ്യും. ഇതാണ് ആക്ച്വലി നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ഡെഫിനിഷൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇക്വിറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു കമ്പനിയും റൈറ്റ് സൈഡിൽ കമ്പനിയുടെ ഒരു ഓണറേയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്തു കമ്പനി ആവാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിനായിട്ട് എടുക്കുകയാണ്. ഇതൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഓണറെയാണ് റൈറ്റ് സൈഡ് കാണുന്നത്. ഇതൊരു പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇൻ കേസ് കമ്പനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കമ്പനിക്ക് ഒരു എക്സ്പാൻഷൻ ഫേസിലാണ്. അതായത് കമ്പനിക്ക് എന്താണ് ഇനി ഒരു എക്സ്പാൻഷൻ വേണം. ഓക്കെ, അപ്പോൾ ആ എക്സ്പാൻഷനായിട്ട് എന്ത് വേണം? ആക്ച്വലി ഫണ്ട് വേണം, അല്ലെങ്കിൽ ഫർദർ മണി വേണം. ഓക്കെ, അപ്പം ഈ ഓണർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നത് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നത്? ഒരു 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസ് ഓൺ പ്രോഫിറ്റ്. അതായത് കമ്പനി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് എടുത്തും കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്താണ്? ബോറോ ഫ്രം ബാങ്ക്സ്. അതായത് ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്നു. എക്സ്പാൻഷൻ എത്രയാണോ അതിനനുസരിച്ച് എത്രത്തോളം എക്സ്പാൻഷന് ഫണ്ട് വേണം, ആ ഫണ്ട് നമ്മളൊരു ബാങ്കിനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ഓണർ ബാങ്കിനെ ആശ്രയിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഷ്യൂയിങ് ബോണ്ടാണ്. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. നാലാമത്തതാണ് ഇഷ്യൂയിങ് ഇക്വിറ്റിയാണ്. അപ്പോൾ ഇഷ്യൂയിങ് ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് ബോറോയിങ് മണി ഓൺലി ഫ്രം ബാങ്ക്, കമ്പനീസ് ബോറോ ഡയറക്ട്ലി ഫ്രം പീപ്പിൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ബാങ്കിൽ നിന്ന് മറ്റ് കമ്പനീസിൽ നിന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് പകരം ഇൻവെസ്റ്റേഴ്സ്, അതിപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയാലും അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് കടം വാങ്ങുന്നതാണ് ആക്ച്വലി ബോണ്ട് എന്ന് പറയുന്നത്, ഇഷ്യൂയിങ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇഷ്യൂയിങ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? റേസിങ് ഫണ്ട് ബൈ സെല്ലിങ് കമ്പനി ഓണർഷിപ്പ് കൊടുത്തിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതാണ് ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ എന്താണ്? യൂസ് ഓൺ പ്രോഫിറ്റ്, കമ്പനി ക്രിയേറ്റ് ചെയ്ത പ്രോഫിറ്റിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് എക്സ്പാൻഷനായിട്ട് ചിലവഴിക്കുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് ലോണാണ്, അതായത് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്ന മണി. മൂന്നാമതാണ് ഇഷ്യൂയിങ് ബോണ്ട് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? പുറത്തുനിന്ന്, അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് പകരം ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്നു. അത് റീറ്റെയിൽ ഇൻവെസ്റ്റർ ആവാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, അതായത് ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പേഷൻ, അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട്. ഇഷ്യൂയിങ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇഷ്യൂയിങ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ
പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പകരം കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് അങ്ങ് കൊടുക്കുന്നതാണ് ആക്ച്വലി ഇക്വിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് എന്താണ്? ഇഷ്യൂയിങ് ഇക്വിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇഷ്യൂയിങ് ഇക്വിറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒരു 7 കോടി രൂപ വേണം വിചാരിക്കുക. ഇന്ന ജനറൽ സെൻസ് ആലോചിച്ച് നോക്കുക, ഒരു 7 കോടി രൂപ വേണമെന്ന് വിചാരിക്കുക. ഒരു 7 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 7 കോടിയാണ്, 7 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഓരോ ഷെയറിനും 1 കോടി രൂപ വെച്ച്. ഓക്കെ, എക്സ്പാൻഷനായിട്ട് 7 കോടി രൂപയാണ് വേണ്ടതെങ്കിൽ ഒരു ഷെയറിന് 1 കോടി വെച്ച് 7 ഷെയർ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് വരുന്നത്? കമ്പനി ഇഷ്യൂഡ് 7 ഷെയർസ് ഇഷ്യൂഡ് അറ്റ് 1 crore ഈച്ച്. 1 കോടി രൂപയുടെ 7 ഷെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്താണ് ആക്ച്വലി കമ്പനിയുടെ ഓണറുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്താണ്? കമ്പനി ഓണർക്ക് എക്സ്പാൻഷനായിട്ട് കമ്പനിയുടെ കുറച്ച് ഓണർഷിപ്പ് വിൽക്കേണ്ടതായിട്ട് വന്നു, ഓണർഷിപ്പ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഒരു ഇൻവെസ്റ്ററുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്താണ്? അയാൾക്ക് ആ കമ്പനിയിൽ ഓണർഷിപ്പ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഓണർഷിപ്പ് കിട്ടിയതായിട്ടുമുണ്ട്, ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്തതായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കീ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി നമുക്ക് നോക്കാം. കീ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓണർഷിപ്പ് റൈറ്റ് ആണ്. ഈ ഓണർഷിപ്പ് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ഇൻവെസ്റ്ററുടെ പെർസ്പെക്റ്റീവിൽ ഷെയർ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ഒരു പോർഷൻ നമുക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ആ കമ്പനിയിൽ നമുക്കൊരു ഓണർഷിപ്പ് കിട്ടുകയാണ്. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് കീ ഫീച്ചറായിട്ട് കൊടുത്തിരിക്കുന്ന ഓണർഷിപ്പ് റൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഡൈലൂഷനാണ്. ഓക്കെ, ഓണർഷിപ്പ് ഡൈലൂഷനാണ്. ഈ ഓണർഷിപ്പ് ഡൈലൂഷൻ നിങ്ങളൊരു ഓണറുടെ പെർസ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ ഒരു ഓണറുടെ രീതിയിൽ നിന്ന് ചിന്തിച്ച് നോക്കണം. ഓണറുടെ രീതിയിൽ ചിന്തിച്ച് നോക്കുമ്പോൾ എന്താണ്? ഇപ്പം നിങ്ങളൊരു കമ്പനിയുടെ ഓണറാണ്, നിങ്ങൾക്ക് കമ്പനിയിലേക്ക് ഒരു പാർട്ട്ണറെ നിങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? നിങ്ങളുടെ ഓണർഷിപ്പ് അവിടെ കുറച്ച് കുറഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു പാർട്ട്ണറെ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ്? വീണ്ടും കുറഞ്ഞു. വീണ്ടും ഒരു പാർട്ട്ണറെ കൊണ്ടുവന്നു. അപ്പോൾ പാർട്ട്നേഴ്സ് കമ്പനിയിൽ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ അതോറിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ഓണർഷിപ്പ് അവിടെ ഡിക്രീസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ രണ്ടാമത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഓണർഷിപ്പ് ഡൈലൂഷൻ. അതായത് ഓരോ കമ്പനിയിൽ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓണർഷിപ്പ് പെർസെൻറ്റേജ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ആൻഡ് ഡിവിഡൻ്റ് ആണ്. അപ്രീസിയേഷൻ ആൻഡ് ഡിവിഡൻറ്റ്, അതായത് നമ്മൾ ഡെഫിനിഷനിൽ, അതായത് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഷെയർ, അതിൽ നമ്മൾ പറഞ്ഞു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും, അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസ് കൂടും. ഓക്കെ, നെക്സ്റ്റ് ഡിവിഡൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനീസ് നല്ല ഹൈലി മെച്യൂർഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ഡിവിഡൻസ് കൊടുക്കും. അപ്പം നമുക്ക് രണ്ടുണ്ട് കാര്യം. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് കിട്ടും, അതുപോലെ ഡിവിഡൻസും റിസീവ് ചെയ്യും. ഓക്കെ, ഡിവിഡൻറ്റും കിട്ടും. ഇനി നല്ല കമ്പനീസും ഡിവിഡൻറ്റ് കൊടുക്കാത്ത കമ്പനീസ് ഉണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പറഞ്ഞത് ഡിമാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ട്സ് വെച്ചിട്ടാണ്. അവന്യൂ സൂപ്പർ മാർട്ട്സ് ഡിവിഡൻറ്റ് കൊടുക്കാത്തൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇക്വിറ്റിയിലാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷനും കിട്ടും, ഡിവിഡൻറ്റും കിട്ടും. നെക്സ്റ്റ് നമ്മളുടെ കീ ഫീച്ചർ എന്ന് പറയുന്നത് റിസ്കിയാണ്. അതായത് ഇക്വിറ്റിയിൽ നമ്മളുടെ റിട്ടേൺസ് ഗ്യാരണ്ടീഡ് അല്ല. അതെന്താണ്? അത് കമ്പനിയുടെ പെർഫോമൻസിനെയും മാർക്കറ്റ് കണ്ടീഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇക്വിറ്റി എന്ന് പറയുന്നത് ഹൈലി റിസ്കിയാണ്. അതായത് ബോണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ്? ഇക്വിറ്റി റിസ്കിയാണ്. നമ്മളുടെ ലാസ്റ്റ് കീ ഫീച്ചർ എന്ന് പറയുന്നത് ട്രാൻസ്ഫെറബിലിറ്റി ആണ്. അതായത് ഷെയർസ് ക്യാൻ ബി ഈസിലി ബോട്ട് ഓർ സോൾഡ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, ഹൈലി ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയം വാങ്ങും വിൽക്കും എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു സ്ലൈഡിലായിട്ട്? ഈ കുറച്ച് സ്ലൈഡുകളായിട്ട് എന്താണ് ഷെയർസ് എന്ന് പറഞ്ഞു. ഓക്കെ, കമ്പനി എന്തിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഇക്വിറ്റീൻ്റെ ആ ഒരു ഷെയർ ഫോർമേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കീ ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞതാണ്. ഇനിയാണ് നമ്മളുടെ ഓരോ ടെർമിനോളജീസും നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഫസ്റ്റ് ടെർമിനോളജി 1 എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ആണ്. ഏതൊരു ഷെയറിനും ഒരു ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഫേസ് വാല്യൂ നമ്മൾ നോക്കിയാൽ, ഫേസ് വാല്യൂ ഈസ് ദ ഒറിജിനൽ വാല്യൂ ഓഫ് എ ഷെയർ ഡിസൈഡ് ബൈ ദ കമ്പനി വെൻ ഇറ്റ് ഈസ് ഇഷ്യൂഡ്. ഓക്കെ, അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്ത ഫസ്റ്റ് സമയത്ത് ഡിസൈഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ, അല്ലെങ്കിൽ ആ ഷെയറിൻ്റെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിനെയാണ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ABC ലിമിറ്റഡ്, നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീനെ എടുക്കാം.
ആ കമ്പനിയുടെ ഷെയർസ് ട്രേഡ് അറ്റ് 400. അതായത് കമ്പനി ട്രേഡ് ചെയ്യുന്നത് 400 റുപ്പീസിലാണ്. അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 400 ബട്ട് ഇറ്റ്സ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 റുപ്പീസാണ്. ഫേസ് വാല്യൂ ഈസ് ഫിക്സഡ് നോമിനൽ വാല്യൂ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആണ്, ഡിസൈഡഡ് ബൈ ദ കമ്പനി വെൻ ഇറ്റ് ഈസ് ഇഷ്യൂഡ്. ആ ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് കമ്പനി ഡിസൈഡ് ചെയ്ത ആ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ആണ് ആക്ച്വലി ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. പക്ഷേ കമ്പനി ട്രേഡ് ചെയ്യുന്നത് 400 രൂപയിലാണ്. ഓക്കെ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. അത് മാർക്കറ്റിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ബേസിൽ വില കൂടുകയും കുറയുകയും ചെയ്യും. അതിൻ്റെ ബേസിലാണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നിശ്ചയിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഫേസ് വാല്യൂ മെയിൻലി യൂസ്ഡ് ഫോർ അക്കൗണ്ടിങ്, കാൽക്കുലേറ്റിംഗ് ഡിവിഡൻഡ് ആൻഡ് ഡിസൈഡിങ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, നോട്ട് ഫോർ ദ ട്രേഡിംഗ് ഇൻ ദി മാർക്കറ്റ്. ഫേസ് വാല്യൂ ഒരിക്കലും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനോ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് മെയിനായിട്ട് ആ കമ്പനിയിൽ അക്കൗണ്ടിങ്, അതുപോലെ കാൽക്കുലേറ്റിംഗ് ഡിവിഡൻഡ്, അതുപോലെ തന്നെ സച്ച് കോർപ്പറേറ്റ് ആക്ഷൻസ് ആയിട്ടുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ടിങ് പർപ്പസിനായിട്ട്. അതുപോലെ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഇത്ര പേഴ്സൻറ്റേജ് ആണെന്ന് പറയും. അതായത് ഇത്ര ഒരു 50% ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 100% ആയിരിക്കും, 200% ആയിരിക്കും. ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ വാല്യൂ, നോമിനൽ വാല്യൂ ആണ്, അത് കമ്പനി ഡിസൈഡ് ചെയ്യുന്നു വെൻ ഇഷ്യൂഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസും ഫേസ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കമ്പനി ആ ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് കമ്പനി ഡിസൈഡ് ചെയ്യുന്ന ഒറിജിനൽ വാല്യൂ ആണെന്ന് പറഞ്ഞു. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ച് മാറി വരുന്നതാണ്. അതുപോലെ ഫേസ് വാല്യൂ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് പർപ്പസ്, അതുപോലെ ഡിവിഡൻഡ് കാൽക്കുലേഷൻ, അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ്, അങ്ങനത്തെ കോർപ്പറേറ്റ് ആക്ഷൻസിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഫേസ് വാല്യൂ ഓരോ ഷെയറിനും എത്രയാണെന്ന് നമുക്ക് നോക്കണം. അതിനായിട്ട് ഫോർമുലാസും ഒന്നും നോക്കി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട. നമ്മൾ നേരെ സ്ക്രീനറിൽ പോകുന്നു. നമ്മൾ ഏതാണ് കമ്പനി നോക്കുന്നത്, ആ കമ്പനിയുടെ ഫേസ് വാല്യൂ എന്താണെന്നൊന്നും മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഫേസ് വാല്യൂ ഓരോ ഷെയറിനും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ ഗൂഗിൾ എടുക്കുന്നു, നമ്മൾ നേരെ സ്ക്രീനർ എടുക്കുന്നു, അതിൽ നേരെ നമ്മളുടെ ഫസ്റ്റ് സ്ക്രീനർ വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ഏതാണ്? നമ്മൾ ഇതുവരെ ആക്ച്വലി അവന്യൂ സൂപ്പർ മാർട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഡാറ്റാസ് ആയിരുന്നു നോക്കിയേ. ഇപ്പം നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം. നമുക്ക് ഇൻഫോസിസിൻ്റെ പിടിക്കാം. ഓക്കെ, ഇൻഫോസിസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ സ്ക്രീനറിൻ്റെ ഈ ഒരു ലെവലിൽ ഈ ഒരു ബോക്സിലാണ് നമ്മളുടെ ടെർമിനോളജീസ് എല്ലാം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, നേരെ ഇവിടെ ഫേസ് വാല്യൂ എന്ന് കാണാം. ഇതാണ് നമ്മളുടെ ഫേസ് വാല്യൂ. ഏതാണ്? 5 രൂപ. 5 രൂപയാണ് ആക്ച്വലി നമ്മളുടെ ഇൻഫോസിസിൻ്റെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. അതെപ്പോഴാണ്? കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് ആ കമ്പനി ഡിസൈഡ് ചെയ്ത എമൗണ്ട് ആണ് ആക്ച്വലി 5 രൂപ എന്ന് പറയുന്നത്. ഇപ്പം മാർക്കറ്റിലെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 1448 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഫേസ് വാല്യൂയും കറൻറ്റ് മാർക്കറ്റ് പ്രൈസും മാറിപ്പോകരുത്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അത് മാറില്ല. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അത് മാർക്കറ്റിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. അതുപോലെ തന്നെ ഫേസ് വാല്യൂ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അക്കൗണ്ടിങ് പർപ്പസ്, അതുപോലെ ഡിവിഡൻഡ് ഡിക്ലറേഷൻ, അതുപോലെ സം കോർപ്പറേറ്റ് ആക്ഷൻസ് ലൈക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ്, അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ, അങ്ങനെ ഒരുപാട് കോർപ്പറേറ്റ് ആക്ഷൻസ് ഉണ്ട്. ഇതിനെല്ലാമാണ് ആക്ച്വലി ഫേസ് വാല്യൂ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ഏത് ഷെയർ ആയിട്ടാണോ ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഫേസ് വാല്യൂ ഇല്ലെങ്കിൽ ഇവിടെ FV ഫേസ് വാല്യൂ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ആഡ് ചെയ്ത് നമ്മളുടെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫേസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ഇൻഫോസിസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഫോസിസിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 5 രൂപയാണ്. ഗോട്ട് ഇറ്റ്? അങ്ങനെ നമ്മൾ ഫേസ് വാല്യൂ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, പ്രോപ്പറായിട്ട് തന്നെ മനസ്സിലാക്കി. ഇനി നമ്മളുടെ രണ്ടാമത്തെ ടെർമിനോളജി എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ ആണ്. ഫേസ് വാല്യൂ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മളുടെ ബുക്ക് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ബുക്ക് വാല്യൂ ഈസ് ദ അക്കൗണ്ടിങ് വർത്ത് ഓർ നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ നെറ്റ് വർത്താണ് ആക്ച്വലി ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഇക്വിറ്റി
എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. അതാണ് ആക്ച്വലി എന്ത് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ബുക്ക് വാല്യൂ ഈസ് ദ നെറ്റ് വാല്യൂ ഓഫ് കമ്പനീസ് അസറ്റ്സ് ആഫ്റ്റർ സബ്സ്ട്രാക്ടിങ് ലൈബിലിറ്റീസ് ആസ് റെക്കോർഡഡ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഏത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഫണ്ടമെൻ്റൽ അനാലിസിസ് പ്രോപ്പറായിട്ട് കാണുന്ന ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബാലൻസ് ഷീറ്റിലാണ് കമ്പനിയുടെ അസറ്റ്സ് എത്ര, കമ്പനിക്ക് എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ട്, അതായത് സോഴ്സ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂ കാണാനായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ നോക്കുകയാണെങ്കിൽ അസറ്റിൽ നിന്ന് ലയബിലിറ്റി മൈനസ് ചെയ്താൽ എത്ര കിട്ടും? അതാണ് ആക്ച്വലി നെറ്റ് വർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ നെറ്റ് വർത്താണ് ആക്ച്വലി ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ആ നെറ്റ് വർത്ത് എങ്ങനെയാണ് കാണുന്നത്? കമ്പനിയുടെ അസറ്റിൽ നിന്ന് കമ്പനിയുടെ ലയബിലിറ്റി മൈനസ് ചെയ്താൽ എത്രത്തോളം ഉണ്ട്, അതാണ് ആക്ച്വലി കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഈ നെറ്റ് വർത്ത് കാണാനായിട്ട് നമുക്ക് ഏത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്? നമ്മളുടെ ബാലൻസ് ഷീറ്റാണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർത്ത് കിട്ടും. അതിൽ നമ്മൾ ബുക്ക് വാല്യൂ പെർ ഷെയർ, അതായത് ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ നെറ്റ് വർത്ത് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ എത്രത്തോളം ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ നെറ്റ് വർത്ത് ആണെന്ന് മനസ്സിലാക്കുക. കമ്പനിയുടെ നെറ്റ് വർത്ത് ആണെന്ന് മനസ്സിലാക്കുക. ഈ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ അസറ്റിൽ നിന്ന് കമ്പനിയുടെ ലയബിലിറ്റീസ് സബ്സ്ട്രാക്റ്റ് ചെയ്യുക, മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ കുറയ്ക്കുക. ഓക്കെ, അപ്പം കിട്ടുന്നതാണ് ആക്ച്വലി നമ്മളുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇത് ഏത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? ബാലൻസ് ഷീറ്റ്. ഓക്കെ, അതും അറിയാത്ത ആളുകളാണെങ്കിൽ ഇവിടെ മുകളിൽ ഐ കാർഡിൽ വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ആ ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മുകളിലായിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ നെറ്റ് വർത്താണ്. ആ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്, ആ നെറ്റ് വർത്ത് എങ്ങനെയാണ് കാണുന്നത്? അസറ്റ് മൈനസ് ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റ് എന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. നെറ്റ് വർത്തിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആണ്. അതിനുശേഷം ബുക്ക് വാല്യൂ പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? ടോട്ടൽ നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമുക്ക് ആ ഒരു ബുക്ക് വാല്യൂയുടെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് 100 കോടി അസറ്റ്സ് ഉണ്ട്, 60 കോടി ലയബിലിറ്റി ഉണ്ട്. കമ്പനി എത്രത്തോളം ഷെയർസ് ഉണ്ട്? 1 CR ഷെയർ ഉണ്ട്, 1 കോടി ഷെയർ ഉണ്ട്. അതായത് കമ്പനി 100 കോടി അസറ്റ്സ് ഓൺ ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് ലയബിലിറ്റീസ്, അതായത് ബാധ്യതകളായിട്ട് ഒരു 60 കോടി രൂപ കമ്പനിക്ക് ലയബിലിറ്റി ഉണ്ട്. കമ്പനി ടോട്ടൽ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പനി എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ 1 CR ആണ്. കമ്പനിയുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബുക്ക് വാല്യൂയുടെ കാൽക്കുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ് വർത്ത് കാണലാണ്. നെറ്റ് വർത്ത് കാണാനായിട്ട് എന്ത് ചെയ്യണം? അസറ്റ് മൈനസ് ലയബിലിറ്റി ആണ്. 100 കോടി അസറ്റിൽ നിന്ന് 60 കോടി ലയബിലിറ്റി മൈനസ് ചെയ്താൽ 40 കോടി കിട്ടും. ഈ 40 കോടിയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത്, അല്ലെങ്കിൽ കമ്പനിയുടെ ഇക്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ പെർ ഷെയർ, ഇവിടെ BVPS എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ ആണ് കാണുന്നത്, ടോട്ടൽ ബുക്ക് വാല്യൂ അല്ല. ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ കാണാനായിട്ട് നമ്മൾ അസറ്റിൽ നിന്നും ലയബിലിറ്റി മൈനസ് ചെയ്ത് കിട്ടിയ നെറ്റ് വർത്തിനെ നമ്മൾ ടോട്ടൽ ഷെയർ, ഇവിടെ ടോട്ടൽ ഷെയർ എത്രയാണ്? 1 CR ആണ്. 100 കോടിയിൽ നിന്ന് 60 കോടി പോയാൽ 40 കോടി രൂപ നമുക്ക് നെറ്റ് വർത്ത് കിട്ടി. ആ 40 കോടീനെ 1 കോടി ഷെയർ ഹോൾഡേഴ്സായിട്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് ബുക്ക് വാല്യൂ പെർ ഷെയർ ഇസ് ഈക്വൽ ടു നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ ഷെയർസ് ആണ്. 40 കോടി ഡിവൈഡഡ് ബൈ 1 കോടി പറയുമ്പോൾ എത്രയാണ്? അവിടെ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത്, ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 40 രൂപയാണ്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണോ ഫേസ് വാല്യൂ നമ്മൾ സ്ക്രീനറിൽ കണ്ടത് അതുപോലെ നമുക്ക് ബുക്ക് വാല്യൂ പോയി നോക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ കാൽക്കുലേഷൻ ഇവിടെ പറഞ്ഞത് എന്താണ്? ബുക്ക് വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇൻഫോസിസ് ആണ് നോക്കുന്നത്. ഇൻഫോസിസിൽ പോയിട്ട് ഇൻഫോസിസിൻ്റെ ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ എഗെയിൻ ഇൻഫോസിസിൻ്റെ സ്ക്രീനർ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫേസ് വാല്യൂ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ബുക്ക് വാല്യൂ എന്ന്.
ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇൻഫോസിസിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ്? ഇൻഫോസിസിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 229 രൂപയാണ്. 229 രൂപയാണ് ആക്ച്വലി എന്ത്, ഇൻഫോസിസ് കമ്പനിയുടെ ബുക്ക് വാല്യൂ, അതായത് ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ, അതായത് ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത്. ഈ ബുക്ക് വാല്യൂ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? കമ്പനിയുടെ ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റി കുറച്ചു. അപ്പം എന്ത് കിട്ടി? നെറ്റ് വർത്ത് കിട്ടി. ഈ നെറ്റ് വർത്തിനെ ടോട്ടൽ ഷെയർസായിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഇനി പോയിട്ട് ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റി പോയിട്ടൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കണ്ട. ഇവിടെ ഓൾറെഡി ബുക്ക് വാല്യൂ ഇത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് വാല്യൂ ഇവിടെ കിട്ടാത്ത ആളുകളാണെങ്കിൽ ഇവിടെ റേഷ്യോ എന്ന് പറഞ്ഞ ഡാറ്റ ടേബിൾ കണ്ടല്ലോ. ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ BV എന്ന് ടൈപ്പ് ചെയ്യുക. BV എന്ന് ടൈപ്പ് ചെയ്താൽ ബുക്ക് വാല്യൂ വരും. അപ്പോൾ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ബുക്ക് വാല്യൂ നമുക്ക് 229 കാണുന്നുണ്ടല്ലോ. ഈ ബുക്ക് വാല്യൂ എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ചെക്കിനാണ്. അതായത് വാല്യുവേഷൻസ്, അതായത് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റേഷ്യോസ് അനാലിസിസ് ഉണ്ട്. നമ്മളിപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ റേഷ്യോസ് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പം ബുക്ക് വാല്യൂ എന്തിനെല്ലാമാണ് യൂസ് ചെയ്യുന്നത്? വാല്യുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വാല്യുവേഷനൊക്കെ നമ്മളുടെ നെക്സ്റ്റ് എപ്പിസോഡ്സിലായിട്ട് വരുന്നുണ്ട്. പിന്നുള്ളത് എന്താണ്? ഫൈനാൻഷ്യൽ, ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് വാല്യൂ യൂസബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മറ്റ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹയർ ബുക്ക് വാല്യൂ എപ്പോഴും കമ്പനിക്ക് ബെറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻഫോസിസിന് 229, മറ്റൊരു കമ്പനി ഇതേ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനി നോക്കുമ്പോൾ കുറച്ചുകൂടി ബുക്ക് വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ബുക്ക് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. അത് കമ്പനീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ബുക്ക് വാല്യൂവിൻ്റെ യൂസ് എന്ന് പറയുന്നത്. പിന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ നെറ്റ് വർത്താണ്. ഒരു കമ്പനിയുടെ ബുക്ക് വാല്യൂ പെർ ഷെയർ ഇത്രയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ബുക്ക് വാല്യൂ എത്രത്തോളം കമ്പനിക്ക് കൂടുതലാണ്, അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ആണ്. അതുപോലെ ലിക്വിഡേഷൻ സമയത്ത്, അതായത് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്തൊക്കെ ബുക്ക് വാല്യൂയുടെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലായിരിക്കും കമ്പനിയുടെ ലിക്വിഡേഷൻ സമയത്ത്. ഓക്കെ, അപ്പം ഫേസ് വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി, ബുക്ക് വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടെർമിനോളജി 3ലേക്ക് പോവാം. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നുവെന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അങ്ങനെ നമ്മളുടെ മൂന്നാമത്തെ ടെർമിനോളജി എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആണ്. അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. സിംപ്ലി നമ്മൾ രണ്ടിലും പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് വാല്യൂ ഈസ് ദ കറൻറ്റ് പ്രൈസ് ഓഫ് എ കമ്പനീസ് ഷെയർസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ആ കമ്പനിയുടെ ഷെയറിൻ്റെ ഇപ്പോഴത്തെ വില എന്താണ്? അതാണ് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അത് ഡിസൈഡ് ചെയ്യുന്നത് ബൈ വാട്ട് ബയേഴ്സ് ആർ വില്ലിംഗ് ടു പേ ആൻഡ് സെല്ലേഴ്സ് ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ്. അത് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ആ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ബേസിലാണ് ആക്ച്വലി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് കീപ്സ് ചേഞ്ചിങ് വാരി സെക്കൻഡ്സ് ഡ്യൂറിങ് ട്രേഡിംഗ് ഹവേഴ്സ് ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ന്യൂസ് റിസൾട്ട് ആൻഡ് ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. അതായത് ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനനുസരിച്ച്, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതുപോലെ തന്നെ ന്യൂസ്, അതുപോലെ കമ്പനീസിൻ്റെ ഓരോരോ റിസൾട്ട് അനൗൺസ്മെൻറ്റ്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് ഹവേഴ്സിൽ ഈ ഷെയർസിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സെക്കൻഡ്സിലും പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സിംപ്ലി മനസ്സിലാക്കിയോ, നമ്മളുടെ ടെർമിനോളജി 3 എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആണ്. ഇപ്പം നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്താണ്? ഇൻഫോസിസിൻ്റെതാണ്. അപ്പോൾ ബുക്ക് വാല്യൂയുടെ തൊട്ട് മുകളിലായിട്ട് എന്താണ്? നമ്മൾ ഫേസ് വാല്യൂ പറഞ്ഞപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞു. ഇനി നമ്മൾ ഇതിനായിട്ട് ഇനി സ്ക്രീനറിലേക്ക് പോകുന്നില്ല. കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് നിങ്ങൾ സ്ക്രീനറിൽ പോയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം എന്താണ്? നമ്മൾ നേരെ ടെർമിനോളജി 4ലേക്കാണ് ഇനി പോകുന്നത്. ഓക്കെ, നമ്മളുടെ 4th ടെർമിനോളജി എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. നമ്മൾ ഫേസ് വാല്യൂ പറഞ്ഞു, ബുക്ക് വാല്യൂ പറഞ്ഞു, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞു. നെക്സ്റ്റ് 4ാമത്തെ നമ്മളുടെ ടെർമിനോളജി പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ കമ്പനി ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ്.
ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കമ്പനിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ കൂടെ ഇൻറ്റു അതായത് ഇൻറ്റു ചെയ്യുക നമ്മൾ. ഇൻറ്റു ടോട്ടൽ എത്ര ഷെയർ ഉണ്ട് നമ്മൾ നോക്കുക. ഇതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ഇൻറ്റു ടോട്ടൽ ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മാർക്കറ്റ് ക്യാപ്പ് ഹെൽപ്സ് ടു ക്ലാസിഫൈ കമ്പനീസ് ഇൻറ്റു, അതായത് മാർക്കറ്റ് ക്യാപ്പിൻ്റെ ബേസിൽ കമ്പനീസിനെ 1, 2, 3 മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ തിരിച്ചത് പറയുന്നതിന് മുന്നേ ഒന്നും പാടി മാർക്കറ്റ് ക്യാപ്പ് പറയാം. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ്. ഒരു കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ, അതായത് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കമ്പനിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു കമ്പനി എത്രത്തോളം ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതായിട്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ. അതാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ആ കമ്പനി എത്രത്തോളം അതിൻ്റെ മൊത്തം വാല്യൂ ആണ് നമ്മളിവിടെ മാർക്കറ്റ് ക്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പിൻ്റെ ബേസിൽ കമ്പനീസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പാണ്. അതായത് ലാർജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനീസിനെ നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നു. അതായത് കമ്പനീസ് വിത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 20,000 കോടിക്ക് മുകളിലാണെങ്കിൽ, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതായത് കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു കമ്പനിയുടെ ഷെയർസ് ഗുണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 20,000 കോടി രൂപയുടെ മുകളിലാണെങ്കിൽ ആ കമ്പനീസിനെ നമ്മൾ ലാർജ് ക്യാപ്പ് കാറ്റഗറി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്നാണ് പറയുന്നത്. ഈ ബ്ലൂ ചിപ്പ് കമ്പനീസ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് കമ്പനീസിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അത് ബിഗ് ആയിരിക്കും, എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിലേറ്റീവ്ലി സേഫ് കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാർജ് ക്യാപ്പ്. നെക്സ്റ്റ് ആണ് ആക്ച്വലി മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനീസ് വിത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബിറ്റ്വീൻ 5,000 crore ആൻഡ് 2,000 crore ആണ്. 20,000 കോടി മുതൽ 5,000 കോടി അതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നതെങ്കിൽ ഇതിനെ മിഡ് ക്യാപ്പ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കമ്പനീസ് മീഡിയം സൈസ്ഡ് കമ്പനീസ് ആയിരിക്കും, നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസാണ്, പക്ഷേ മോഡറേറ്റ് റിസ്ക് ഉണ്ട്. അതായത് ഹൈ റിസ്ക്കും അല്ല ലെസ് റിസ്ക്കും അല്ല, ഒരു മോഡറേറ്റ് റിസ്ക് ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ്? സ്മോൾ ക്യാപ്പാണ്. സ്മോൾ ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5,000 കോടിക്ക് കുറവുള്ള കമ്പനി. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് 5,000 കോടി രൂപയുടെ താഴെയാണെങ്കിൽ ആ കമ്പനീസിനെ നമ്മൾ സ്മോൾ ക്യാപ്പ് കമ്പനീസ് എന്നാണ് പറയുന്നത്. ഇത് റിലേറ്റീവ്ലി സ്മോളർ കമ്പനീസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആയിരിക്കും. അതുപോലെ ഇവർക്ക് ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഇവർക്ക് മിഡ് ക്യാപ്പ് ആവാനും ലാർജ് ക്യാപ്പ് ആവാനും സമയവും കിടക്കുകയാണ്, ഡിസ്റ്റൻസും കിടക്കുകയാണ്. ഓക്കെ, അതുപോലെ എന്താണ്? ഇത് ഹൈലി റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറഞ്ഞു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ ആണ്. ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ടോട്ടൽ ഷെയർസ് ആണ്. അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണ്? ബേസിൽ കമ്പനീസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ്? ഓരോ കമ്പനി, അതായത് നമ്മളിപ്പം ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് സ്ക്രീനറിൽ പോയിട്ട് വ്യക്തമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരാം. അങ്ങനെ നമ്മൾ എഗെയിൻ സ്ക്രീനറിൽ ഡാഷ്ബോർഡിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്താണ്? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നതാണ്. നോക്കൂ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഫോസിസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്ര ഉണ്ട്? ഒന്ന് കൂട്ടി നോക്കൂ. ഇൻ ക്രോറിലാണ്. 6 ലക്ഷത്തിന് മുകളിലാണ് ആക്ച്വലി ഇത്. അതായത് 6 ലക്ഷം കോടിക്ക് മുകളിലാണ് ഇൻഫോസിസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണുന്നത്? കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് 1448. ഇവിടെയും കൊടുത്തിട്ടുണ്ട് 1448. ഈ 1448 ഇൻറ്റു കമ്പനിക്ക് എത്രത്തോളം ഷെയർസ് ഉണ്ട്, ഇത് ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് ഇത്. 6 ലക്ഷത്തിൻ്റെ മുകളിൽ കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ ഒരു ഇത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിൽ, അതായത് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിൽ കമ്പനീസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഓക്കെ, ഓരോ ക്രൈറ്റീരിയയും കൊടുത്തിട്ടുണ്ട്. ഇത്ര കോടിക്ക് മുകളിൽ, അങ്ങനെയാണെങ്കിൽ എന്താണ്? 20,000 കോടിക്ക് എത്രയോ മുകളിലാണ് ആക്ച്വലി എന്ത്? മാർക്കറ്റ് ക്യാപ്പ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ് എന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെ നമ്മളുടെ നെക്സ്റ്റ് ടെർമിനോളജി നമ്പർ 5 എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് വാല്യൂ ആണ്. ഇപ്പം നമ്മൾ ഫേസ് വാല്യൂ നോക്കി, ബുക്ക് വാല്യൂ നോക്കി,
മാർക്കറ്റ് വാല്യൂ നോക്കി, അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കി, അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ ടെർമിനോളജി നമ്പർ 5 എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് വാല്യൂ ആണ്. എന്താണ് എൻ്റർപ്രൈസ് വാല്യൂ? എൻ്റർപ്രൈസ് വാല്യൂ ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് എ കമ്പനി. നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയതുപോലെ തന്നെ കൺസിഡറിങ് കമ്പനീസ് ഇക്വിറ്റി, ഡെപ്റ്റ് ആൻഡ് ക്യാഷ്. ഓക്കെ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ നമ്മൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസും നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസും വെച്ചിട്ടാണ് കമ്പനിയുടെ ടോട്ടൽ വാല്യൂ കണ്ടത്. ഇതും ഒരു കമ്പനിയുടെ ടോട്ടൽ വാല്യൂ തന്നെയാണ്. എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് കമ്പനി. ഇതിൽ കൺസിഡർ ചെയ്യുന്നത് ഇക്വിറ്റി, ഡെപ്റ്റ്, അതുപോലെ തന്നെ ക്യാഷ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് EV ഷോസ്, അതായത് എൻ്റർപ്രൈസ് വാല്യൂ ഷോസ് ദ റിയൽ വർത്ത് ഓഫ് ദ കമ്പനി. റിയൽ വർത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്തിൻ്റെ ബേസിലാണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസും നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയറും. ഇവിടെ നമ്മൾ കമ്പനിയുടെ റിയൽ വാല്യൂ ആണ് കാണുന്നത്. ഓക്കെ, എങ്ങനെയാണ് റിയൽ വാല്യൂ കാണാനായിട്ട്? എൻ്റർപ്രൈസ് വാല്യൂവിൽ നമ്മൾ നേരത്തെ നോക്കിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ കൂടെ ഡെപ്റ്റ് നമ്മൾ കൂട്ടുന്നു. ഡെപ്റ്റ് നമ്മൾ കൂട്ടാൻ കാരണം എന്താണ്? അത് നമ്മളുടെ കമ്പനിയുടെ ഭാഗമാണ്. കമ്പനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളുടെ സോഴ്സ് ഓഫ് ഫണ്ടാണ് ഡെപ്റ്റ്. ക്യാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതിൽ തന്നെയാണ് നമ്മളിവിടെ ഇക്വിറ്റി എന്ന് പറഞ്ഞത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് മൈനസ് ക്യാഷ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്ലസ് ഡെപ്റ്റ് മൈനസ് ക്യാഷ് ആണ്. ഇനി നമ്മളിവിടെ നോക്കൂ, ഡെപ്റ്റ് ഈസ് ആഡഡ്. ഡെപ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ കൂടെ ആഡാണ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് കാരണം എന്താണ്? ഡെപ്റ്റ് നമ്മളുടെ കമ്പനിയുടെ ഭാഗമാണ്. അത് മസ്റ്റ്, നമ്മൾ എന്തായാലും അത് റീപേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്യാഷ് നമ്മൾ മൈനസ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് ഓൾറെഡി നമ്മളുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ സിംപ്ലി എൻ്റർപ്രൈസ് വാല്യൂ ഒന്നുകൂടി പറയുകയാണ്. എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു ടോട്ടൽ വാല്യൂ കണക്കാക്കുകയാണ്. അവിടെ കൺസിഡർ ചെയ്യുന്നത് ഡെപ്റ്റും ക്യാഷും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയുടെ റിയൽ വർത്ത് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ആക്ച്വലി എന്ത്? എൻ്റർപ്രൈസ് വാല്യൂ. ഈ എൻ്റർപ്രൈസ് വാല്യൂയുടെ ഇക്വേഷൻ എങ്ങനെയാണ്? എൻ്റർപ്രൈസ് വാല്യൂ അല്ലെങ്കിൽ EV ഈസ് ഈക്വൽ ടു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്ലസ് ഡെപ്റ്റ് മൈനസ് ക്യാഷ് ആണ്. ഇതിൽ ഡെപ്റ്റ് നമ്മൾ ആഡ് ചെയ്യാനുള്ള കാരണം, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ കൂടെ ഡെപ്റ്റ് ആഡ് ചെയ്യാനുള്ള കാരണം, ഡെപ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ പാർട്ടാണ്. അത് മസ്റ്റ് നമ്മൾ എന്തായാലും പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതാണ്. അതുകൊണ്ടാണ് അത് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ നിന്ന് എൻ്റർപ്രൈസ് വാല്യൂ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കാണുന്നത്. എൻ്റർപ്രൈസ് വാല്യൂവിൽ എന്താണ്? ദ റിയൽ നെറ്റ് വർത്ത് അല്ലെങ്കിൽ റിയൽ വർത്ത് ഓഫ് ദ കമ്പനി. കാരണം ഇതിൽ ഡെപ്റ്റും ക്യാഷും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫോസിസിൻ്റെ എൻ്റർപ്രൈസ് വാല്യൂ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ സ്ക്രീനറിൽ ഇൻഫോസിസിൻ്റെ ഡാഷ്ബോർഡിൽ നമ്മളിവിടെ എൻ്റർപ്രൈസ് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നമുക്ക് എൻ്റർപ്രൈസ് വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇവിടെ ആഡ് റേഷ്യോ ടു ടേബിളിൽ ആ ഒരു കോളത്തിൽ EV എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് എൻ്റർപ്രൈസ് വാല്യൂ വരും. ഓക്കെ, ഇതാണ് ആക്ച്വലി എന്ത്? നമ്മളുടെ എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത്. എത്രയാണ്? നമ്മളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാൾ കുറഞ്ഞാണ് കാണിക്കുന്നത് EV. എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് 5,89,336 ആക്ച്വലി നമുക്ക് എൻ്റർപ്രൈസ് വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 6,310,000. ഓക്കെ, 6,310,000. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എന്താണ്? ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതെന്താണ്? നമ്മുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് ഇത് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ആണ് ആക്ച്വലി എന്ത്? നമ്മളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കിട്ടിയിട്ടുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ നിന്ന് ഡെപ്റ്റ് എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. ഡെപ്റ്റ് നമ്മൾ കൂട്ടുന്നതിൻ്റെ കാരണം ഡെപ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഭാഗമാണ്. അത് മസ്റ്റ് റീപേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്യാഷ് അതിൽ നിന്ന് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് നമ്മളതിന് മൈനസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അത് ഓൾറെഡി നമ്മളുടെ കയ്യിലുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് എൻ്റർപ്രൈസ് വാല്യൂ കുറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് റിയൽ വാല്യൂ അല്ലെങ്കിൽ എന്താണ്? റിയൽ മാർക്കറ്റ് വാല്യൂ നമുക്ക് എൻ്റർപ്രൈസ് വാല്യൂയിലൂടെ കണക്കാക്കാൻ വേണ്ടി പറ്റും. അത് മാർക്കറ്റ് ക്യാപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ഷെയർസ് ആണ്.
എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ കൂടെ ഡെപ്റ്റ് കൂട്ടി അതിൽ നിന്ന് ക്യാഷ് മൈനസ് ചെയ്യുന്നതാണ് എൻ്റർപ്രൈസ് വാല്യൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റു കമ്പനീസ് എടുത്ത് നോക്കുക, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുക, അതിൻ്റെ EV നോക്കുക, എന്നിട്ട് മറ്റ് കമ്പനീസായിട്ട് കമ്പയർ ചെയ്യുക. ഹയർ EV എന്ന് പറയുന്നത് ബെറ്റർ ആണ്, അതായത് ഗുഡ് ആണ്. ഓക്കെ, അപ്പോൾ EV മനസ്സിലായല്ലോ, എൻ്റർപ്രൈസ് വാല്യൂ എന്താണെന്ന് മനസ്സിലായി. അത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വ്യത്യസ്തപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഫേസ് വാല്യൂ പറഞ്ഞു, ബുക്ക് വാല്യൂ പറഞ്ഞു, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞു, അതുപോലെ നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും പറഞ്ഞു, അതുപോലെ അഞ്ചാമതായി നമ്മൾ എൻ്റർപ്രൈസ് വാല്യൂ പറഞ്ഞു. നെക്സ്റ്റ് നമ്മളുടെ ടെർമിനോളജി 6 എന്ന് പറയുന്നത് ഏണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ EPS ആണ്. EPS. ഓക്കെ, അപ്പോൾ എന്താണ് EPS എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്? EPS ഈസ് എ മെഷർ ഓഫ് കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി ഓൺ a per equity share basis. It shows how much profit is attributable to each outstanding share of a equity. ഈ EPS കാണാനായിട്ട് നിങ്ങൾ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കമ്പനി സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, കമ്പനി സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്ര എമൗണ്ട് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു. ഓക്കെ, എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് പേ ചെയ്യുന്നു. ടാക്സ് നമ്മൾ മൈനസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ആക്ച്വലി എന്ത്? നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എത്രത്തോളം കമ്പനിയിൽ ഷെയർസ് ഉണ്ടോ അതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് EPS, അതായത് ഏണിംഗ് പെർ ഷെയർ. ഓക്കെ, ഓരോ ഷെയറും എത്ര രൂപ ഉണ്ടാക്കി എന്നതാണ് ആക്ച്വലി എന്ത്? ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഞാനിപ്പം ചെയ്ത ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ പ്രോപ്പറായും കൊണ്ട് എന്താണ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ EPS എന്ന് പറയുന്നത് എന്താണ്? EPS ഈസ് എ മെഷർ, അതായത് ഏണിംഗ് പെർ ഷെയർ ഈസ് എ മെഷർ ഓഫ് കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി ഓൺ പെർ ഇക്വിറ്റി ഷെയർ ബേസിസ്. ഇറ്റ് ഷോസ് ഹൗ മച്ച് പ്രോഫിറ്റ് ഈസ് ആട്രിബ്യൂട്ടബിൾ ടു ഈച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ഓഫ് എ ഇക്വിറ്റി, അതായത് ഓരോ ഷെയറിനും എത്ര രൂപ ഏൺ ചെയ്തു എന്നതാണ് EPS പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ EPS ഞാൻ പറഞ്ഞ പോലെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനി ആദ്യം സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ടാക്സ് മൈനസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു. ആ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് EPS എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു കാൽക്കുലേഷനിലൂടെ നോക്കാം. ഒരു കമ്പനി 1 കോടി രൂപ സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. അതിനായിട്ട് അവർക്ക് 55 ലക്ഷം രൂപ എക്സ്പെൻസ് വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 1 കോടി രൂപയിൽ നിന്ന് 55 ലക്ഷം എക്സ്പെൻസ് നമ്മൾ മൈനസ് ചെയ്താൽ ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? 45 ലക്ഷം കിട്ടും. ഈ 45 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ടാക്സ് മൈനസ് ചെയ്യണം. ഒരു 30% ടാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 13.5 ലക്ഷം രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട്. ഈ ടാക്സ് വരുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് 45 ലക്ഷത്തിൻ്റെ 30%, ദാറ്റ് ഈസ് 13.5 ലക്ഷം രൂപ നമുക്ക് എന്ത് വരുന്നു? ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 31.5 ലക്ഷം രൂപയാണ് ആക്ച്വലി എന്ത്? നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് 31.5 ലക്ഷം രൂപ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 1 lakh റുപ്പീസാണ്. അതായത് ഈ കമ്പനി 31.5 ലക്ഷം രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. ഈ കമ്പനിക്ക് 1 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതായത് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 1 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഷെയർസ്, അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 31.5 ലക്ഷം ഷെയർ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡിവൈഡഡ് ബൈ ഹരിക്കണം എത്ര ഷെയർസ് ഉണ്ട്? 1 ലക്ഷം. അപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 31.5 രൂപ. ഒരു ഷെയർ ഏൺ ചെയ്തിട്ടുള്ളത് എത്രയാണ്? 31.5 ലക്ഷം രൂപയാണ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ നിങ്ങൾക്ക്? EPS എന്ന് പറയുന്നത് കമ്പനി ടോട്ടൽ ഉണ്ടാക്കിയ നെറ്റ് പ്രോഫിറ്റിനെ ഓരോ ഷെയറിനും എത്ര വെച്ച് കിട്ടുന്നു, അതായത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഷെയർസ് നമ്മൾ നോക്കിയാൽ നമുക്ക് EPS കിട്ടും. കമ്പനിക്ക് എത്രത്തോളം EPS, ഹയർ EPS ആണെങ്കിൽ ഹയർലി കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എപ്പോഴും കമ്പനീസിന് ഹയർ EPS ഉണ്ടാവുന്നതായിരിക്കും ബെറ്റർ.
ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇൻഫോസിസിൻ്റെ ഇപ്പോഴത്തെ EPS, ഏണിംഗ് പെർ ഷെയർ, അതായത് ഇൻഫോസിസിൻ്റെ ഒരു ഷെയർ ഈ ഒരു പീരീഡിൽ എത്ര രൂപ ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഏൺ ചെയ്തു എന്ന് നമുക്ക് സ്ക്രീനറിൽ പോയിട്ട് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ എഗെയിൻ സ്ക്രീനറിൽ ഇൻഫോസിസിൻ്റെ ഡാഷ് ബോർഡിൽ നമ്മളിവിടെ നോക്കൂ, EPS നോക്കുമ്പോൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നേരെ ഇവിടെ സെർച്ച് ബാറിൽ EPS എന്ന് ടൈപ്പ് ചെയ്യുക, ഏണിംഗ് പെർ ഷെയർ. ഇവിടെ നോക്കൂ, EPS നോക്കിയാൽ നമുക്കിവിടെ കിട്ടും 65 രൂപ 6 പൈസ. ഇതാണ് ഇൻഫോസിസിൻ്റെ ഒരു ഷെയർ, ഇൻഫോസിസിൻ്റെ ഒരു ഷെയർ ഏൺ ചെയ്ത കാശ് അല്ലെങ്കിൽ ഏൺ ചെയ്ത റുപ്പി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ EPS എങ്ങനെയാണ് വന്നിട്ടുള്ളത്? EPS എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കമ്പനി ഏൺ ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്, ഈ നെറ്റ് പ്രോഫിറ്റിനെ ഡിവൈഡഡ് ബൈ കമ്പനിക്ക് എത്രത്തോളം ഷെയർസ് ഉണ്ട് അതായിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് EPS എന്ന് പറയുന്നത്. ഓക്കെ. നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് ഡിവൈഡ് ബൈ ചെയ്താൽ ഈ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? ഇവിടെ നോക്കൂ നിങ്ങൾ, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണാം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇതെടുത്താൽ ഇവിടെ കണ്ടോ നിങ്ങൾ, നെറ്റ് പ്രോഫിറ്റ് നമ്മളുടെ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ നോക്കൂ, 26,750 കോടി രൂപ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? നെറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് അങ്ങനെ കിട്ടിയ, അതായത് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുക? നമ്മളുടെ P&L സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടിയ നെറ്റ് പ്രോഫിറ്റിനെ, അതായത് കമ്പനിയുടെ സെയിൽസിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചു, അതിനുശേഷം കിട്ടിയ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് ടാക്സ് മൈനസ് ചെയ്തു, അങ്ങനെ കിട്ടിയ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് EPS കിട്ടും. ആ EPS ആണ് ഇത്. ഓക്കെ. അപ്പോൾ ഇൻഫോസിസിൻ്റെ EPS എന്താണ്? 65.6. അപ്പോൾ ഈ EPS എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും ഹയർ EPS ഉള്ളത് എപ്പോഴും കമ്പനീസിന് നല്ലതാണ്. അതായത് കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇൻഫോസിസിൻ്റെ അതേ ഫോർമാറ്റിലുള്ള പീർസ് ഉണ്ടാവുമല്ലോ, അതായത് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെതൊക്കെ എടുത്ത് നോക്കുക ഏതിനാണ് നല്ല കൂടുതലായിട്ട് EPS ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ EPS നമുക്ക് കമ്പനീസിനെ വെച്ച് കമ്പയർ ചെയ്ത് അവിടെ ഒരു അനാലിസിസ് നമുക്ക് നടത്താം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? EPS, ഏണിംഗ് പെർ ഷെയർ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. എങ്ങനെയാണ് അതിൻ്റെ ഫോർമുല, എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി. അങ്ങനെ നമ്മളുടെ ടെർമിനോളജി നമ്പർ 7 എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് മാർജിനാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഫേസ് വാല്യൂ പറഞ്ഞു, ബുക്ക് വാല്യൂ പറഞ്ഞു, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞു, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറഞ്ഞു, എൻ്റർപ്രൈസ് വാല്യൂ പറഞ്ഞു, EPS പറഞ്ഞു. നെക്സ്റ്റ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിനാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് റവന്യൂവിൻ്റെ പെർസെൻറ്റേജ്, അതായത് പെർസെൻറ്റേജ് ഓഫ് റവന്യൂ ദാറ്റ് റിമെയിൻസ് ആസ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അതായത് ഒരു കമ്പനിയുടെ മൊത്തം സെയിൽസിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തം റവന്യൂവിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തം വരുമാനത്തിൽ നിന്ന് എല്ലാ ചെലവുകളും, അതായത് ചെലവുകൾ എന്തൊക്കെയാണ്? എക്സ്പെൻസസുകൾ, അതുപോലെ തന്നെ ടാക്സുകൾ, അതുപോലെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഒഴിവാക്കി കിട്ടുന്ന ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ആണ്. അത് നമ്മൾ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പേഴ്സൻറ്റേജിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് ഉദാഹരണം വൽക്കരിച്ചും കൊണ്ട് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ്റെ ഈ ഒരു ഫോർമുല നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണണം, അതിനെ നമ്മൾ സെയിൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെ കിട്ടുന്നതിനെ നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 100 കൊണ്ട് ചെയ്യുന്നു. ഓക്കെ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഒരു 60 ലക്ഷം രൂപ സെയിൽസ് കിട്ടി, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്തു. എത്ര? 60 ലക്ഷം. അതിനായിട്ട് കമ്പനിക്ക് ഒരു 30 ലക്ഷം രൂപ എന്ത് വന്നിട്ടുണ്ട്? ചെലവ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ലക്ഷം. അതായത് സെയിൽസിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചു, 60 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷം കുറച്ചപ്പോൾ നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് 30 ലക്ഷം രൂപ കിട്ടി. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് 30%, 25% എന്ന് പറയുന്നത് 7.5 ലാക്കാണ്. അത് നമ്മൾ ടാക്സ് അടച്ചു. ഇപ്പം നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 22.5 ലക്ഷമാണ്.
നെറ്റ് പ്രോഫിറ്റ് കിട്ടിയല്ലോ. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാണണം. അതിനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ മുകളിൽ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. അതായത് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 22.5 ലക്ഷമാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. നോക്കൂ, താഴെ നോക്കൂ, 22.5 ലക്ഷം. നമ്മളുടെ സെയിൽസ് എത്രയാണ്? ടോപ്പിൽ നോക്കൂ, ടോപ്പ് 60 ലക്ഷം. 22.5 ലക്ഷം ഡിവൈഡഡ് ബൈ സെയിൽസ് 60 ലക്ഷം ഇൻറ്റു 100 നമ്മൾ നോക്കുമ്പോൾ 37.5 ആണ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. 37.5. ഈ 37.5 എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് ഔട്ട് ഓഫ് എവരി 100 rupees ഓഫ് സെയിൽസ് ദ കമ്പനി ഏബിൾ ടു കീപ് 37.5 ആസ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ പേയിങ് ഓൾ എക്സ്പെൻസ് ആൻഡ് ടാക്സ്. അതായത് കമ്പനിയുടെ 100 രൂപ സെയിൽസിൽ, ഓരോ 100 രൂപ സെയിൽസിലും കമ്പനി 37.5 രൂപ നെറ്റ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദ ഹയർ ദിസ് പെർസെൻറ്റേജ് ഈസ് മോർ എഫിഷ്യൻ്റ് ആൻഡ് മോർ പ്രോഫിറ്റബിൾ ദ കമ്പനീസ്. കമ്പനീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കൂടുന്നത് എപ്പോഴും കമ്പനീസിന് നല്ലതാണ്. ഓക്കെ, കമ്പനീസിന് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കൂടുന്നത് എപ്പോഴും കമ്പനീസിന് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് കമ്പനിയുടെ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ റിമെയിൻസ് എസ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ബേസ് മുകളിൽ റവന്യൂയുടെ ഒരു പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അതിനായിട്ട് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാണുന്നു, അത് സെയിൽസ് ആയിട്ട് ഡിവൈഡ് ബൈ ചെയ്യുന്നു, ഇൻറ്റു 100 ആക്കുന്നു. എന്തിന്? പെർസെൻറ്റേജിൽ. ഈ 37.5 പറയുന്നത് എന്താണ്? ഓരോ 100 രൂപ സെയിൽസിലും കമ്പനി 37.5 രൂപ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കമ്പനീസിന് എപ്പോഴും എന്താണ്? നല്ലതാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എന്താണ്? നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇൻഫോസിസിൽ പോയിട്ട് ഇൻഫോസിസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തു വരാം. അങ്ങനെ നമ്മൾ എഗെയിൻ ഇൻഫോസിസിൻ്റെ സ്ക്രീനർ ഡാഷ്ബോർഡ് നമ്മൾ എടുക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക? NPM, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. ഇവിടെ എന്ത് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ലാസ്റ്റ് ഇയർ എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്താൽ ഇവിടെ ആഡ് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? 16.3%. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 16.3%. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, കമ്പനി എത്ര നെറ്റ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തു, നെറ്റ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഡിവൈഡഡ് ബൈ എന്ത് വരും? സെയിൽസ്, എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്തു. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ലാസ്റ്റ് ഇയർ കിട്ടും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ നെറ്റ് പ്രോഫിറ്റിലേക്ക് പോകുന്നതാണ്. നെറ്റ് പ്രോഫിറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നോക്കൂ, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ലാസ്റ്റ് പ്രിസീഡിങ് ഇയറിൽ 26,750. സെയിൽസ് എത്രയാണ്? 1,62,990. 26,750 ഡിവൈഡഡ് ബൈ 16,2,990 ഇൻറ്റു 100 ചെയ്താൽ എത്ര കിട്ടും? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. 26,750 ഡിവൈഡഡ് ബൈ 16,2,990. ഓക്കെ, കിട്ടും 0.1641. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 100 ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16.41 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞു ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ആ സെയിം ആൻസർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, 16.3. അതായത് ചെറിയൊരു വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കത്തിയല്ലോ. ഓരോ 100 രൂപയെ സെയിൽസിലും കമ്പനി 16.3 രൂപ കമ്പനി ഉണ്ടാക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. ഓരോ കമ്പനീസിലും ഹയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എപ്പോഴും കമ്പനിക്ക് ബെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതേ കമ്പനിയുടെ ഓരോ പിയറിലും പോയിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ അനാലിസിസ് ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്താണെന്നും എങ്ങനെയാണെന്നും പ്രോപ്പറായിട്ട് മനസ്സിലായല്ലോ. വിത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? ഇത് ഡിവൈഡഡ് ബൈ സെയിൽസ്, ഇത് ഡിവൈഡ് ബൈ ചെയ്താൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കിട്ടും. ഓക്കെ, ഗോട്ട് ഇറ്റ്? അങ്ങനെ നെക്സ്റ്റ് നമ്മളുടെ ടെർമിനോളജി എന്ന് പറയുന്നത് ടെർമിനോളജി 8 ആൻഡ് ടെർമിനോളജി 9 ആണ്. ഇത് രണ്ടും എന്താണ്? ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് ആണ്.
ഗ്രോത്തിൻ്റെ പേഴ്സൻറ്റേജ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത്, രണ്ടാമത്തേതെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത്. ഓക്കെ, ഇത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത്. അതായത് നമുക്കിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും 2020 ഡാറ്റ, 2021 ഡാറ്റ, 2022 ഡാറ്റ, 2023 ഡാറ്റ, 24 ഡാറ്റ. അപ്പോൾ നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എത്രത്തോളം ഗ്രോത്ത് വന്നു, അതായത് 2020 എത്ര ഗ്രോത്ത് 21 വന്നു, 21 ഗ്രോത്ത് 22 എത്ര വന്നു, 22 ഗ്രോത്ത് എത്ര 23 വന്നു, 23 ഗ്രോത്ത് എത്ര 24 വന്നു. അങ്ങനെ ആ ഗ്രോത്ത് കാണിക്കുന്നതാണ് ആക്ച്വലി എന്ത് നമ്മളുടെ ഈ ഒരു ഇത്. അപ്പോൾ ഈ ആദ്യം തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ദ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇൻ എ കമ്പനീസ് പ്രോഫിറ്റ് ഫ്രം കോർ ഓപ്പറേഷൻസ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കമ്പയർ ടു പ്രീവിയസ് പീരീഡ്. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത സെയിൽസിൽ നിന്ന് എക്സ്പെൻസ് എല്ലാം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, അതിൽ നമ്മളുടെ ഇൻട്രസ്റ്റും ടാക്സും ഒന്നും ഇൻക്ലൂഡ് ആവുന്നില്ല. അതായത് ഇൻട്രസ്റ്റും ടാക്സൊക്കെ അടയ്ക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓരോ ഇയറിലും എത്ര രൂപ വെച്ച് ഗ്രോത്ത് പേഴ്സൻറ്റേജ് നോക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, ദ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ കമ്പനീസ് ഫൈനൽ പ്രോഫിറ്റ്. അതായത് ഓൾ എക്സ്പെൻസും ഓൾ ഇൻട്രസ്റ്റും ടാക്സും എല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ് ഫൈനൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ നെറ്റ് പ്രോഫിറ്റ് 20 എത്ര 21 ഗ്രോത്ത് ആയിട്ടുണ്ട്, 21 കൂടുതൽ 22 എത്ര ഗ്രോത്ത് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കലാണ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ക്യാൻ ബി പോസിറ്റീവും ഉണ്ടാകും നെഗറ്റീവും ഉണ്ടാകും. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിനേക്കാൾ കൂടുതൽ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിനേക്കാൾ കുറവ്. ഓക്കെ, അപ്പോൾ സിംപ്ലി ഈ ടെർമിനോളജി 8ഉം 9ഉം വെരി സിമ്പിളാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്തും നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനിയുടെ ഇൻട്രസ്റ്റും ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നതിന് മുന്നേ കമ്പനിയുടെ കോർ ഓപ്പറേഷൻസിൽ കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് സെയിൽസ് ഡിവൈഡ് മൈനസ് എക്സ്പെൻസിൽ കിട്ടുന്ന അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒരു ഇയറിനെ വെച്ച് മറ്റേ ഇയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര വളർച്ച കിട്ടി എന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സെയിം, പ്രീവിയസ് ഇയറിലെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഈ ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് എത്രത്തോളം വ്യത്യാസം വന്നു, എത്രത്തോളം പേഴ്സൻറ്റേജ് ഇൻക്രീസ് ആയി എന്നതാണ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടെർമിനോളജീസും നമുക്ക് എന്താണ് സ്ക്രീനറിൽ പോയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഗ്രോത്ത് പേഴ്സൻറ്റേജ് സ്ക്രീനറിൽ എങ്ങനെയാണ് ചെയ്യുക, ഇവിടെ നമ്മളുടെ ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ നോക്കുമ്പോൾ ഗ്രോത്ത് പേഴ്സൻറ്റേജ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നേരെ ഗ്രോത്ത് എന്ന് അടിക്കുക, ഗ്രോത്ത് എന്ന് അടിക്കുക. എന്നിട്ട് നേരെ എന്താണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് കണ്ടോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് കൊടുക്കുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇപ്പോൾ ഇവിടെ എന്ത് വന്നു, കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നു. നമുക്ക് എന്താ വേണ്ടത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് താഴെ കാണുമല്ലോ, ഇതങ്ങോട്ട് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി 8%. ഈ 8%, അതായത് ഈ 8% എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2024 എത്ര, 2024 8% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നു എന്നാണ് കാണിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നു. അതായത് നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുമ്പോൾ ഇവിടെ കണ്ടോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത് 2024 എത്രയാണ്, 36,424 ഓക്കെ, 34,425. 2025 എത്രയാണ്, 39,236. അപ്പോൾ എങ്ങനെയാണ് ഗ്രോത്ത് കാണുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ, 39,236 മൈനസ് പ്രീവിയസ് ഇയർ എത്രയാണ്, 36,425 ഡിവൈഡഡ് ബൈ 36,425. ഇതേ സെയിം വാല്യൂ ഇങ്ങോട്ട് ഇറക്കിയിടുക. എന്നിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ.
എത്രയാണ്? 39,236 മൈനസ് 36,425 കിട്ടും. എന്നിട്ട് അതിനെ അഗെയിൻ 36,425 നമ്മൾ മൈനസ് ചെയ്താൽ ഇൻറ്റു 100 ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് നമുക്ക് 7.71% അടുത്ത് കിട്ടും. അറൗണ്ട് 8% തന്നെ. ഈ 8% ആണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 8% എന്ന് പറയുന്നത്. ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. നെക്സ്റ്റ് എന്താണ്? പ്രോഫിറ്റ് ഗ്രോത്ത് ആവേണ്ടത്. എന്ത്? നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ എന്താണ്? നമുക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് അടിച്ചാൽ ഇതാ ഇവിടെ ആഡ് ചെയ്യാം. നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 27,300. നമുക്ക് എന്താ വേണ്ടത്? പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് അടിക്കുക, ഗ്രോത്ത് എന്ന് അടിച്ചാൽ കണ്ടോ, പ്രോഫിറ്റ് ഗ്രോത്ത്. നോക്കൂ, പ്രീവിയസ് ഇയറിലെ നെറ്റ് പ്രോഫിറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2.29% കൂടിയിട്ടുള്ളൂ. ഓക്കെ, അതായത് എഗെയിൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നോക്കൂ നിങ്ങൾ. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2024 എത്രയാണ്? 26,248. ഓക്കെ, 2025 26,750. അതായത് ഒരു ഇത്ര കോടിയേ കൂടിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങൾ, 22,146 നിന്ന് 24,000 വലിയൊരു നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കൂ, 26,248 ഒരു എത്രയാണ്? അറൗണ്ട് ഒരു 500 crore അറൗണ്ട് അത്ര അപ്രോക്സിമേറ്റ്ലി അത്രയേ ആക്ച്വലി ഗ്രോത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 2.29% ആയിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് നമ്മൾ പറഞ്ഞു, നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ്, എയിലാണ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞു, ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് എന്നും നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ മനസ്സിലാക്കി. അങ്ങനെ നമ്മളുടെ ലാസ്റ്റ് ടെർമിനോളജി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻഫോസിസ്, ഈ ഇൻഫോസിസിൽ നമ്മൾ മാത്രമാണോ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളത്? അല്ല, അവിടെ ഗവൺമെൻറ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഫോറിൻ ഡയറക്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഡൊമസ്റ്റിക് നമ്മളുടെ ലാർജ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനിയുടെ തന്നെ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, പിന്നെ നമ്മളെ പോലത്തെ പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ്, അതായത് ഇവരൊക്കെ എത്രത്തോളം ഈ മൊത്തം ഷെയറിൽ എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഫൗണ്ടേഴ്സ്, അവരുടെ കയ്യിൽ എത്രത്തോളം ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് കമ്പനിയുടെ ഫോറിൻ എൻറ്റിറ്റീസ് ആണ്. അതായത് ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ്, അതായത് പുറത്തുനിന്ന് വരുന്ന ആളുകൾ, അതായത് നോൺ ഇന്ത്യൻ ആയിട്ടുള്ള കമ്പനീസ്. അവരെന്താ വരുന്നത്? അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരാണ് FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ എത്രത്തോളം ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് അവർ ബാങ്കുകളാവാം, ഇൻഷുറൻസ് കമ്പനീസ് ആവാം, ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ്, അങ്ങനെയൊക്കെ ആവാം. നാലാമത്തേതെന്ന് പറയുന്നത് റീറ്റെയിൽ പബ്ലിക് ഹോൾഡിങ്സ് ആണ്. അതായത് നമ്മളെ പോലത്തെ ജനറൽ പബ്ലിക്സിൻ്റെ കയ്യിൽ എത്രത്തോളം രൂപ ഉണ്ടാവുക എന്നുള്ളത്. അതായത് അപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഇൻഫോസിസിൻ്റെ ആണെങ്കിൽ, ഓൺഫോസിസിൻ്റെ ആണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് ഇത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതായത് ടോട്ടൽ ഷെയറിൻ്റെ ഇത്ര പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ FIAs ഇത്ര ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് DIAs, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പബ്ലിക് ഇത്ര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഒരുപാട് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയാണോ, അതായത് ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഡൊമസ്റ്റിക് ആയാലും ഫോറിൻ ആയാലും ഇവരൊക്കെ ഇൻവെസ്റ്റ് ഈ കമ്പനിയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഇവരെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻഷ്യാലിറ്റിയാണ്. അതായത് അവരെല്ലാവരും വലിയ ടീംസ് വരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. അതുപോലെ പബ്ലിക്കിന് എത്രത്തോളം ഹോൾഡിങ്സ് ഉണ്ട്, അതായത് റീറ്റെയിൽ പബ്ലിക് ഹോൾഡിങ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ലാസ്റ്റ് ടെർമിനോളജി മനസ്സിലാക്കാനായിട്ട് അവസാനമായിട്ട് കൂടി നമുക്ക് സ്ക്രീനറിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ എഗെയിൻ സ്ക്രീനറിൽ ഇൻഫോസിസിൻ്റെ ഡാഷ്ബോർഡ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ എന്താണ്, നേരെ ഇവിടെ നോക്കുക, ഇവിടെ വന്നിട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് നടിക്കുക. ഓക്കെ, പ്രൊമോട്ടർ ഹോൾഡിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടല്ലോ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഞെക്കി കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് എത്രയാണ്? 14.6
14.6% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഉണ്ട്. 14.6% ആക്ച്വലി എന്ത് ഇവിടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഈ കമ്പനിയുടെ ഫൗണ്ടേഴ്സിൻ്റെ കയ്യിൽ ഉള്ളൂ, ഇൻഫോസിസിൻ്റെത്. നെക്സ്റ്റ് FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ എത്രയുണ്ട് നോക്കൂ. 31.9% ഓൺ ചെയ്യുന്നത് ഇൻഫോസിസ് ആരാണ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരുടെ ലാർജ് എമൗണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലാക്കുക? FIIസിന് നല്ല രീതിയിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ്. അവരുടെ ലാർജ് പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻഫോസിസിലുണ്ട്. അതുപോലെ DIIസിൻ്റെ നോക്കൂ, എത്രയാണ്? 39.4% ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ്. അതായത് ബാങ്കുകൾ വരും, പെൻഷൻ ഫണ്ട്സ് വരും, ഇൻഷുറൻസ് കമ്പനീസ് വരും, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസ്, AMCs, ഒരുപാട് കമ്പനീസ് 39.4% ഓൺ ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്താണ്? പബ്ലിക് ഹോൾഡിംഗ്. അതിനായിട്ട് നമ്മൾ പബ്ലിക് ഹോൾഡിംഗ് നോക്കിയാൽ പബ്ലിക് എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്? 13.6% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ മനസ്സിലായല്ലോ. കമ്പനിയുടെ ടോട്ടൽ 100%-ൽ നോക്കൂ, 100%-ൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത് 14.6%. ഓക്കെ, 14.6%. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ 31.9% സ്റ്റേക്സ് ഉണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലായിട്ട്. DIIസിൻ്റെ കയ്യിൽ എത്രയുണ്ട്? 39.4% അവരുടെ കയ്യിലുണ്ട്. അതുപോലെ പബ്ലിക്കിൻ്റെ കയ്യിൽ 13.6% ഉണ്ട്. ഇതാണ് ആക്ച്വലി എന്ത്? ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. എന്താണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്? ഗോട്ട് ഇറ്റ്? അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മളുടെ സെഷൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 10 ടെർമിനോളജീസ് വ്യക്തമായിട്ട് വിത്ത് ലോജിക്കോട് കൂടി നമ്മൾ പഠിച്ചു. ഫസ്റ്റ് നമ്മളുടെ ടെർമിനോളജി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫേസ് വാല്യൂ ആയിരുന്നു. ഓക്കെ, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒറിജിനൽ വാല്യൂ ആണ്, നോമിനൽ വാല്യൂ ആണ്. അത് ആക്ച്വലി എന്താണ്? നമ്മളുടെ ആ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിക്സ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ആണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് പർപ്പസ്, ഡിവിഡൻഡ് പേ ഓഫ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, സം അതർ കൈൻഡ് ഓഫ് കോർപ്പറേറ്റ് ആക്ഷൻസ്, ഈ ഒരു കാര്യങ്ങൾക്കാണ് ആക്ച്വലി ഫേസ് വാല്യൂ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു? ബുക്ക് വാല്യൂ ആണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കമ്പനീൻ്റെ റിയൽ നെറ്റ്വർത്ത് ആണ്. ഓക്കെ, മൂന്നാമത് എന്തായിരുന്നു പറഞ്ഞത്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. നാലാമത് എന്താണ് നമ്മൾ പറഞ്ഞത്? മാർക്കറ്റ് ക്യാപ്പ് ആണ് നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഈ മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെയാണ് കാണുക? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആണ് ആക്ച്വലി എന്ത്? നമ്പർ ഓഫ് ഷെയർസ് ആണ് ആക്ച്വലി എന്ത്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അഞ്ചാമത് നമ്മൾ എന്ത് പറഞ്ഞു? അഞ്ചാമത് നമ്മൾ എൻ്റർപ്രൈസ് വാല്യൂ പറഞ്ഞു. എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ റിയൽ മാർക്കറ്റ് വാല്യൂ നോക്കുന്നതാണ്. എൻ്റർപ്രൈസ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? നമ്മളുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കൂടെ നമ്മൾ ഡെപ്റ്റ് കൂട്ടുന്നു, കമ്പനിയുടെ ഡെപ്റ്റ് കൂട്ടുന്നു, അതുപോലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് നമ്മൾ കുറയ്ക്കുന്നു. ഓക്കെ, വിത്ത് ലോജിക്ക് പറഞ്ഞതാണ്. ആറാമത് നമ്മൾ എന്താ പറഞ്ഞത്? ആറാമത് നമ്മൾ പറഞ്ഞത് EPS ആണ്. ഓക്കെ, ആറാമത്തെ ടെർമിനോളജി എന്ന് പറയുന്നത് EPS ആയിരുന്നു. EPS എന്ന് പറയുന്നത് ഏണിംഗ് പെർ ഷെയർ ആണ്. എങ്ങനെയാണ് EPS കാണുന്നത്? നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആണ് എന്ത്? നമ്മളുടെ EPS എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടും നമുക്ക്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പെൻഡിച്ചറും ഇൻട്രസ്റ്റും ടാക്സും എല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ EPS കിട്ടും. അതുപോലെ നെക്സ്റ്റ് ഏഴാമത് നമ്മൾ പഠിച്ചത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ. അതായത് ഈ മാർജിൻ കാണുക എന്ന് പറയുമ്പോൾ അതിൽ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര പെർസെൻറ്റേജ് എന്നതാണ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കണ്ടു. എട്ടാമത് എന്തായിരുന്നു? 8ഉം 9ഉം എന്തായിരുന്നു? പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ഓക്കെ, പ്രോഫിറ്റ് ഗ്രോത്ത്, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്തും നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും അതായത് ഈ ഒരു ഇയറിൽ നിന്ന് മറ്റൊരു ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എത്ര വർധനവ് വന്നു പ്രോഫിറ്റിൽ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എത്ര വർധനവ് വന്നു എന്നാണ്. പത്താമത് നമ്മളുടെ ടെർമിനോളജി എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. അതായത് പബ്ലിക് ഹോൾഡിംഗ് എത്ര, FII എത്ര, അതുപോലെ തന്നെ DII എത്ര, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പാറ്റേൺ എങ്ങനെ എത്ര, അതേപോലെ തന്നെ നമ്മളുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എത്ര, ഇതെല്ലാമാണ് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അറ്റ് ലാസ്റ്റ് എന്താണ്? നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ടെർമിനോളജി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇവിടെ താഴെ മെയിൽ തന്നിട്ടുണ്ട്. ആ മെയിലിലേക്ക് നിങ്ങളുടെ ഡൗട്ട്സ് മെസ്സേജ് രൂപത്തിൽ അയക്കുക. ഓക്കെ, അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. വീഡിയോ ഇതുവരെ കണ്ടിരുന്നവരോട് മാത്രമായിട്ട് പറയുകയാണ്. താങ്ക് യു.